എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഒരാഴ്ചയുടെ സമാപന സമയങ്ങളിൽ നമ്മൾ എത്തി. അതിൻ്റെ പ്രഭാതത്തിൽ വലിയ വിശ്വാസവും വലിയ പ്രതീക്ഷയും ഉള്ളവരായി നമുക്ക് മുന്നോട്ട് കയറി വരണം. നാം നിർത്തുന്ന ഇടത്ത് തുടങ്ങാൻ ഒരു കർത്താവുണ്ട്. മോശ പറഞ്ഞു, മനുഷ്യൻ്റെ ആയുസ് 70 ഏറിയാൽ 80, അതോടെ തീർന്നു എന്ന് 90 സങ്കീർത്തനം എഴുതി കണ്ണടക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം പറയണം, ഇപ്പോൾ വരിക, ഇനി ഞാൻ നിന്നെ അയക്കാൻ വീണ്. ഇതുവരെ നീ ജീവിച്ചു, ഇനി മുതൽ നിന്നിൽ ഞാൻ ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മിൽ ആരംഭിക്കാനുണ്ട്. ഇതുവരെയൊക്കെ നമ്മൾ ജീവിച്ചു, ഞാൻ എഴുന്നേറ്റു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു, ഞാൻ പിള്ളേരെ വളർത്തി, ഞാൻ എന്തെല്ലാം കാര്യമാണ് ചെയ്തത്, ഞാൻ ലോൺ അടച്ചടച്ചടച്ചടച്ചടച്ച് ഒരു ഗതിയായി. യാക്കോബ് പറഞ്ഞ പോലെ മഞ്ഞും മഴയും വേനലും വെയിലും ഒക്കെ കൊണ്ട് ഞാൻ ക്ഷീണിച്ചെന്നേ. ഞാൻ യാക്കോബിനോട് പറഞ്ഞു, എടാ, ഒരൊറ്റ സ്വപ്നം മതി നിന്നെ ഇരട്ടിയാക്കാൻ. ലാബാനേക്കാൾ, നിന്നെ ഈ 10 പ്രാവശ്യം ചതിച്ച നിന്റെ അമ്മായിയപ്പനേക്കാൾ സമ്പന്നനാക്കാൻ എനിക്ക് ഒരു രാത്രിയുടെ സ്വപ്നം മതി. അതുപോലെ സംഭവിച്ചു. പിന്നീട് യാക്കോബ് പറഞ്ഞു, ഒരു വടിയോടുകൂടി ഞാൻ ഓടിപ്പോയവനാണ്, നെഗറ്റീവ് മാത്രം പറഞ്ഞവനാണ്, എന്നാൽ ഇവിടം വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. ഇതുപോലെ ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയും, ഞങ്ങൾ നെഗറ്റീവ് മാത്രം പറഞ്ഞവരാണ്, രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, എന്നിട്ട് ഞങ്ങൾ ഈ നിലയിലെത്തി. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ചിലപ്പോൾ പലതും സ്ലോ ആയിട്ട് തോന്നും, എന്നാൽ അത് പ്രോഗ്രസ് ആണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, സ്ലോ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ നോ പ്രോഗ്രസ്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ്. പോസിറ്റീവായിട്ട് നിൽക്കുക. സ്ലോ ആയിട്ടേ പ്രോഗ്രസ് ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നുമില്ല, വലിയ പുരോഗതിയില്ല. ഞാനിവിടെ ഇത് വായിച്ച ഭാഗത്ത് ഒരു ആമ നടന്നു പോകുന്നു, അതിൻ്റെ കീഴെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്, സ്ലോ പ്രോഗ്രസ്. അത് ഒരു പ്രോഗ്രസ് ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് സ്ലോ പ്രോഗ്രസ്. ചെറുത്. ദൈവം എന്തിനാണ് സ്ലോ ആയിട്ടുള്ള ഒച്ചിനെയും ആമയൊക്കെ നിർമ്മിച്ചത്? നമുക്ക് ക്ലാസ് എടുക്കാനാണ്. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. നമുക്ക് വിജയം മാത്രമേ കർത്താവ് കരുതി വെച്ചിട്ടുള്ളൂ. കർത്താവിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഏറ്റവും നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ. ഏറ്റവും മികച്ചത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാ, ഈശാനമൂലൻ കൊടുങ്കാറ്റിലകപ്പെട്ട പൗലോസിന്റെ കൂടെയുള്ള കപ്പൽ യാത്രക്കാർ മൊത്തമായിട്ട് 276 പേർ. അതിൽ 275 പേരുടെ നടുവിൽ ഒരു വിലയും ഇല്ലാത്ത തടവ് പുള്ളി എഴുന്നേറ്റ് നിൽക്കുന്നു. പേര് പൗലോസ്. എന്താ അവന് വ്യത്യാസം? അവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവനാണ്. കർത്താവ് തിരഞ്ഞെടുത്തവനാണ്. കർത്താവിൻ്റെ പൈതലാണ്. കർത്താവിൻ്റെ വലിയ പദ്ധതിയാണ്. അവൻ എവിടെ പോയാലും ജയമാണ്. അവൻ ദൈവത്തിൻ്റെ വിളിയുള്ളവനായതുകൊണ്ട് അവൻ ഏത് കപ്പലിൽ കയറിയാൽ ആ കപ്പലിന് തകരാൻ കഴിയില്ല. കാരണം അവൻ അതിനകത്തുണ്ട്. എന്നാൽ യോനയെ നോക്കിയേ, അവനും ഒരു കപ്പലിലാണ്, എന്നാൽ അവൻ കാരണം ആ കപ്പലെ നശിക്കുന്നു. ആ കപ്പലിൽ വലിയ പ്രതികൂലം. അവരുടെ ചരക്കുകളെല്ലാം എറിഞ്ഞു കളയേണ്ട ഗതികേട് വന്നു. എന്നാൽ പൗലോസ് കയറിയ വഴിവിട്ട കപ്പൽ പോലും ഒരു കാവലിലേക്ക് വരികയാണ്. ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, എസക്കിയ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ദേവദാസൻ പറഞ്ഞു, ഞാനൊരു വിമാനത്തിൽ കയറിയാൽ എൻ്റെ തൊട്ടടുത്ത് ഒരു തീവ്രവാദി ഇരുന്നാലും ഞാൻ പേടിക്കൂല. തീവ്രവാദി എന്ന് പറഞ്ഞാൽ നെഞ്ചിലൊക്കെ ബോംബ് കെട്ടിവെച്ചിട്ട് ഇരിക്കുകയാണ്. ആ ആള് തൊട്ടടുത്തിരുന്നാൽ എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ വഴിയിലായതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലായതുകൊണ്ട് ഇവനൊന്നും എന്നെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ ഞാൻ കയറിയ വിമാനത്തിൽ ഒരു പിന്മാറ്റക്കാരനുണ്ടെങ്കിൽ ഉടനെ ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീട്ടിൽ പോകുമെന്ന്. കാരണം പിന്മാറ്റക്കാരൻ
വീട്ടുകാർക്കും നാട്ടുകാർക്കും സഭക്കാർക്കും എല്ലാം തലവേദനയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയ യോനാമാരെ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യോനാമാരെ, മടങ്ങി വരാൻ സമയമായി. നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് യോനയുടെ സ്ഥാനത്ത് കയറി നിന്ന് ദൈവത്തെ സങ്കടപ്പെടുത്തുന്നവരാണ്. ഒരു വലിയ മടങ്ങി വരവ് ഈ ഫെബ്രുവരി മാസത്തിൽ തീരും മുമ്പ് നമുക്കുണ്ടാകട്ടെ. വലിയ ജയങ്ങൾ നമ്മുടെ ദൈവ പദ്ധതിയാകുന്ന നിനവേ പട്ടണങ്ങളിൽ ദൈവം നമ്മെ ആക്കിയ ആ പട്ടണങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ കണ്ട് സ്തോത്രം പറയാൻ ദൈവം നമുക്ക് വക തരും. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ഒരുമിച്ച് ശക്തിപ്പെടാം. ഇതാ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, എങ്കിൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ചരക്കവർ പുറത്ത് കളഞ്ഞു, ഇനി ആകെയുള്ളത് കപ്പലാണ്. കപ്പല് നിങ്ങൾ വിട്ടേക്ക്, ഇനി ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഈ കടലിൽ തകർന്നടിയും. നിങ്ങളുടെ സ്വത്ത് പോകും, നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല, നിങ്ങളിൽ ആരുടെയും പ്രാണൻ നഷ്ടപ്പെടില്ല. 275 പേരോട് ഉറപ്പ് പറയുകയാണ്. നിങ്ങളിൽ 5 പേരുടെ കാര്യം പോക്കാണെന്നല്ല, നിങ്ങളിൽ 50 പേർക്ക് കഷ്ടകാലമാണെന്നല്ല, ചിലർക്ക് മാത്രമുള്ളൊരു വിടുതൽ ഞാൻ കാണുന്നു എന്നല്ല, 40 ദിവസം പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉണ്ടെന്നല്ല, ഒരു 21 ദിവസം വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചാൽ മറുപടി ഒരുപക്ഷെ കാണുമെന്നല്ല. പൗലോസ് ഉറപ്പോടെ പറയുന്നു, നിങ്ങൾക്കാർക്കും കേടുവരില്ല, ഞാൻ ഇതിൽ ഉള്ളതുകൊണ്ട്. അതിൻ്റെ കാരണം പറയുകയാണ്, 23-ാം വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. വന്നു എന്ന് പോലും പറയുന്നില്ല, അത്ര വേഗതയിലാണ്. കൊടുങ്കാറ്റിൽ പോലും വരാനും നിൽക്കാനും ശേഷിയുള്ള ദൈവദൂതന്മാരുടെ സൈന്യങ്ങളുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ളതിനെയെല്ലാം ഒരു കേടുപോലും വരാതെ സംരക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിൽ അടിയുറച്ച് ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെടുക. കർത്താവിൻ്റെ അഭിഷേകത്തിൽ ബലപ്പെടുക. കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെടുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുക. കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ മുന്തിരിവള്ളിയോട് കൊമ്പ് ചേർന്നിരിക്കുന്നത് പോലെ ഇരിക്കുക. എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്ന് നമ്മൾ സദൃശ്യവാക്യത്തിൽ കാണും. അടുത്ത വാക്യം എങ്ങനെയാണ്? പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. നീ വെള്ളത്തിൽ താന്നു പോകില്ല, ഇതോടെ തീരില്ല. നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കാരണം നീ ജീവന് വേണ്ടി ഇറങ്ങിയവനാണ്. മനുഷ്യ ജീവൻ നിനക്ക് വിലയേറിയതാണ്. നീ ആത്മാക്കളെ നേടാൻ ഇറങ്ങി തിരിച്ചവനാണ്. അതുകൊണ്ട് നിന്നെ വില കുറച്ച് കണ്ടവർ പോലും നിനക്ക് വേണ്ടി ദൈവം ദാനം തരികയാണ്. എത്ര വലിയ കപ്പലുടമസ്ഥനാണെങ്കിലും, എത്ര വലിയ ക്യാപ്റ്റൻ ആണെങ്കിലും, എത്ര വലിയ വലിയ മനുഷ്യരാണെങ്കിലും, എത്ര വലിയ ബിസിനസ്സുകാരാണെങ്കിലും എല്ലാവരെയും ദൈവം നിനക്ക് തരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് തകർച്ചകളിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന പലരെയും ദൈവം നിങ്ങളുടെ കയ്യിലോട്ട് തരികയാണ്. നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത് കൊണ്ട് അവർക്ക് ഒരു രോമത്തിന് കേടുവരില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ കയ്യിലോട്ട് ഒരാളെ തന്നാൽ, വിശ്വസിക്കുന്ന നിന്റെ കയ്യിലേക്ക് ഒരാളെ തന്നാൽ ആളെണ്ണത്തിൽ ഒന്നുപോലും കുറയില്ല. യോഹന്നാൻ 17 യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, ആ നാശയോഗ്യൻ ഒഴികെ ആരും നശിച്ചു പോയിട്ടില്ല. നീ എനിക്ക് തന്ന ഒന്നും നഷ്ടമായി പോയില്ല. എല്ലാവരെയും നിന്റെ നാമത്തിൽ കാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ആ നാശയോഗ്യൻ, അവൻ ജനിച്ചത് നശിക്കാനാണ്. വേറെ എല്ലാവരും
നിന്റെ നാമത്തിൽ കാക്കപ്പെട്ടു. അങ്ങനെക്ക് തന്ന നാമത്തിൽ കാത്തു. വചനത്താലും പ്രാർത്ഥനയാലും ഒത്തിരി പേരെ കാക്കുന്ന ജോലിയാണ് ഞങ്ങളെപ്പോലെയുള്ള കാവൽക്കാരുടെ ജോലി. നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി കണ്ടു, നിങ്ങളെ ഒരു പ്രാർത്ഥനയുടെ കോട്ടയ്ക്കകത്താക്കി ശത്രു തൊടാതെ വണ്ണം സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ രോമത്തിന് ഒരു കേടും വരില്ല. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. അവിടെ വായിക്കുകയാണ്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യത്തോടിരിക്കും, നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. കപ്പലിന് കേടുവരും, എന്നാൽ നിങ്ങളുടെ പ്രാണനെ തൊടാൻ ആർക്കും കഴിയില്ല. ദൈവം ഞങ്ങളുടെ കയ്യിലോട്ട് തന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതം തീർന്നു എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളെ ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കുവാൻ ഇതാ പ്രൈസ് ജനറേഷൻ കൂട്ടായ്മ നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. ബിസിനസ്സിലൊക്കെ ഒലച്ചിലുണ്ടാകാം. പല പല വിഷയങ്ങൾ നിങ്ങൾ കേട്ടും കണ്ടും തീർന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ തീരില്ല. നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. ധൈര്യത്തോടെ ഇരിക്കുക, നിങ്ങൾക്കാർക്കും കേടുവരില്ല. ആരൊക്കെയോ പേടിച്ചിരിക്കുന്ന ജപ്തി വന്നിരിക്കുന്നു. പേടിക്കണ്ട, ഒരു കേടും വരില്ല. വെന്റിലേറ്ററിലാണ്, പേടിക്കേണ്ട, ഒരു കേടും വരില്ല. പുറത്തു വരുമെന്നേ, ജപ്തിയിൽ നിന്ന് പുറത്തു വരും, വെന്റിലേറ്ററിൽ നിന്ന്, ICUയിൽ നിന്ന് പുറത്തു വരും, മാരക രോഗത്തിൽ നിന്ന് പുറത്തു വരും, വൈദ്യശാസ്ത്രം കൈവിട്ടതിൽ നിന്ന് പുറത്തു വരും, കുടുംബജീവിതം തകർന്നിരിക്കുന്നു, നീ അതിൽ നിന്നൊക്കെ പുറത്തു വരും. ഒരു വിവാഹമോചനവും ആവശ്യമില്ല. അതേ കുടുംബം നിങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ മാതൃകാ ജീവിതം കാണും. പിശാചിനോടുള്ള വെല്ലുവിളിയോടെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ ആഴ്ചയിൽ ഇത് കേട്ടുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. ഞായറാഴ്ച യേശുവിനെ ആരാധിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആരാധിക്കണം. നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങൊരാളെ കാക്കാൻ തുടങ്ങിയാൽ, അങ്ങൊരാളെ സൂക്ഷിച്ചാൽ രോമത്തിന് പോലും കേടുവരാതെ ഈശാനമൂലൻ കൊടുങ്കാറ്റിൽ പോലും കാക്കുമെന്ന് ഞങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 27 പഠിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വഴികൾ എവിടെയുമുണ്ട്, അങ്ങയുടെ സംരക്ഷണം എവിടെയുമുണ്ട്. അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങളെ ഭരമേൽപ്പിക്കും. ഭയപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ കാവൽ, പ്രാർത്ഥനയുടെ കാവൽ ഞങ്ങൾ കൽപ്പിക്കും. ഒരാളെ പോലും, ഇത് കേൾക്കുന്ന ഒരാളെ പോലും പിശാചെ തൊട്ടു പോകരുത്. ഒരു കടക്കണിയിൽ നിന്ന് പുറത്തു വരട്ടെ, രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ശാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. വലിയ വലിയ കേസുകളിൽ പെട്ടുപോയവർ അതിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നാറ്റക്കേസിൽ നിന്ന്, ചീത്തപ്പേരിൽ നിന്ന് പുറത്തു വരട്ടെ. ഒരിക്കലും പുറത്തു വരില്ലെന്ന് പറയുന്ന വിഷയത്തിൽ അവർ സ്വതന്ത്രമായി പുറത്തു വരട്ടെ. കർത്താവിൻ്റെ കാവലേൽപ്പിക്കും, അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രവചനം പോലെ തന്നെയാണ്. നിങ്ങളൊരു ജയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അസറ്റാണ്. ദൈവത്തിന് നിങ്ങളെ വേണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ കർത്താവിൻ്റെ മാനപാത്രങ്ങളാണ്. ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാൻ ഇനിയും കർത്താവ് കൃപ തരട്ടെ. നാളെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. കഴിയുന്നത്രയും പേർ വരണം. വിദേശത്തു നിന്നൊക്കെ വരുന്നവർ ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ കൂടിയിട്ടേ പോകാവൂ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ വീണ്ടും ജീസസ് എവരിഡേ തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. സഭ ചേർന്ന് പാടിയട്ടെ.
സകലത്തിന്റെ താക്കോലുള്ളവെന്ന് പറയുമ്പോൾ സകലത്തിനും കർത്തൃത്വം. ജീവനെ എടുക്കാനും കഴിയും, ജീവൻ നമുക്ക് തരാൻ കഴിയും. കർത്താവ് പറഞ്ഞൊരു കാര്യമോ, നിങ്ങളെ കൊല്ലുന്നവരെ, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട, പക്ഷെ ശരീരത്തെ കൊന്നിട്ട് നരകത്തിലിടുന്നവനെ ഭയപ്പെടുന്നു. എന്തും ചെയ്യാൻ കഴിയുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, എന്തും ചെയ്യാൻ കഴിയും. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു, സ്വയമായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് സകലത്തിന്റെ കർത്താവ്, ഈ ഭൂമിയുടെ കർത്താവ്, നമ്മുടെ ജീവിതത്തിന്റെ കർത്താവ്, ഭവനത്തിന്റെ കർത്താവ്, ഇന്ത്യയുടെ കർത്താവ്, ഈ കേരളത്തിന്റെ കർത്താവ്, ഈ ആലപ്പുഴയുടെ കർത്താവ്, പ്രൈസ് ജനറേഷന്റെ കർത്താവ്. ചേർന്ന് 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 from the rising